So once again, very good evening, everyone, and welcome back to the session. So, നമ്മുടെ അപ്പോൾ ഫൈനൽ റിവിഷൻ ഫേസിലുള്ള സെഷൻ ആണിത്. Well, we know that നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് we were literally preparing for the paper AA. So നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ once again, very good evening, everyone. Sorry, and welcome back to the session. So നമ്മൾ പലതരത്തിലുള്ള റിവിഷൻസ് ചെയ്തു. വെൽ നമ്മൾ ഒരു 4 days റിവിഷൻ സെഷൻ നടത്തി. അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മോക്ക് എക്സാംസ് എഴുതിയിരുന്നു. സോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിവിഷൻ ആണിത്. സോ ഈ ഒരു പർട്ടിക്കുലർ റിവിഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡേക്ക് കൊടുത്തിരുന്ന പേര് പോലെ തന്നെ ഇറ്റ്സ് എ ക്വിക്ക് റിവിഷൻ ഓർ റാപ്പിഡ് റിവിഷൻ. സോ നമ്മൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് ഓരോ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യോ അല്ലെങ്കിൽ ആ ഓരോ ഏരിയാസിനെ കുറിച്ച് പറഞ്ഞു പോവല്ല ചെയ്യുക. പകരം നമുക്ക് കൂടുതൽ എക്സാമിനബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നുണ്ടാവുക. സോ ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ പല തരത്തിലുള്ള കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഓരോ ആൻസേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ ആൻസേഴ്സ് എഴുതണം, നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓരോ ആൻസേഴ്സും അപ്രോച്ച് ചെയ്യേണ്ട മെത്തേഡ് ഏതാണ്. സോ ഈ കാര്യങ്ങളായിരിക്കും കൂടുതലും ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡയറക്ട്ലി ഞാൻ അപ്പം അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ആരെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ സെഷൻ ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ് ദിസ് വൺ ഇൻ മൈൻഡ്. നമ്മൾ ഇതിന് മുന്നേ ഓൾറെഡി 4 days റിവിഷൻ ഇൻഡെപ്ത് ആയിട്ട് ഓരോ ടോപ്പിക്സിനെ കുറിച്ച് എടുത്തതാണ്. സോ ഡേ 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആയിരുന്നു. ആൻഡ് ഓൺ ദ ഡേ 2 നമ്മൾ ഓഡിറ്റ് റിസ്ക്, ഡേ 3 ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഡേ 4 അതർ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നമ്മൾ മോക്ക് എക്സാമിന്റെ ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പം ഈ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് അറ്റൻഡ് ചെയ്യുക, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഓൾറെഡി ഉള്ള സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രതീക്ഷിച്ചാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. സോ അപ്പൊ നമ്മൾ മെയിൻലി നമ്മുടെ AA എന്ന് പറയുന്ന ഏരിയക്കകത്ത് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആൻഡ് AA എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിനെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ള ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി നേരത്തെ കണ്ടിട്ടുള്ള പോയിന്റ്സ് പലതും ഉള്ളപ്പോൾ നമുക്കത് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ മെയിൻലി ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരും എന്ന് പറഞ്ഞിരുന്ന ഏരിയാസ് ആയിരുന്നു ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്, ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ 3 ഏരിയാസ് മിക്ക സിറ്റുവേഷനിലും നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് തന്നെയാണ് നമുക്ക് ചോദിച്ചു വരാറുള്ളത്. ഔട്ട് ഓഫ് വിച്ച് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് വിത്ത് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ വെച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്, നമുക്കറിയാം ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് നിന്ന് മെയിൻലി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഓഡിറ്റ് റിസ്ക് ആൻഡ് കോമ്പണൻസ് ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്ക് ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ ഓഡിറ്റ് റിസ്കിന്റെ 3 കോമ്പണൻസ് ഏതാണെന്നുള്ളതും ഒരുപാട് വട്ടം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് നോക്കി വെക്കുക. എന്തായിരുന്നു ഓഡിറ്റ് റിസ്ക്, ഇൻഹെറന്റ് റിസ്ക് എന്താണ്, കൺട്രോൾ റിസ്ക് എന്താണ്, ഡിറ്റക്ഷൻ റിസ്ക് എന്താണെന്നുള്ള കാര്യം. ആൻഡ് ഇതിന് പുറമെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരാറുള്ളത് ഓഡിറ്റ് റിസ്കിന്റെ ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്പർ 1, they will ask us to write the audit risk. എന്തൊക്കെയാണോ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഓഡിറ്റ് റിസ്ക്, ആ ഓരോ ഓഡിറ്റ് റിസ്ക്കും നമ്മളോട് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യം എക്സാമിനർ പറയും. സെയിം as that നമ്മുടെ അടുത്ത് അതേപോലെ തന്നെ ഓഡിറ്റേഴ്സ് റെസ്പോൺസും എഴുതാൻ പറയുന്നുണ്ടാവും. സോ whenever there is risk, there is also auditors response for that. അപ്പം ഓഡിറ്റേഴ്സ് റിസ്ക് എഴുതണം, റെസ്പോൺസും എഴുതണം. ഇനി ഓഡിറ്റേഴ്സ് റിസ്ക് ആൻഡ് റെസ്പോൺസ് എഴുതുന്ന സമയത്ത് ഓഡിറ്റേഴ്സ് റിസ്ക് എഴുതണം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിരുന്ന 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്പർ 1, റിസ്ക് എഴുതുമ്പോൾ എപ്പോഴും സിനാരിയോക്കകത്തുനിന്ന് എന്താണോ റിസ്ക്, ആ റിസ്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ അടുത്ത് എന്താണോ ഓഡിറ്റ് റിസ്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ആ ഓഡിറ്റ് റിസ്ക് എന്താണെന്നുള്ളത് സിനാരിയോക്കകത്തുനിന്ന് പ്രോപ്പർലി നമ്മൾ പിക്ക് ചെയ്യണം. അതായിരുന്നു ഐഡന്റിഫൈ എന്ന് പറഞ്ഞത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കമ്പനി 20 million റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ സിനാരിയോക്കകത്തുള്ള സെയിം കാര്യം തന്നെ, ദ കമ്പനി ഹാവ് സ്പെൻഡ് 20 million ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഐഡന്റിഫിക്കേഷൻ പാർട്ട്. രണ്ടാമത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താന്നുള്ള കാര്യം പറയണം. സോ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ക്ലിയർലി നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ വാട്ട് വിൽ ഗോ റോങ്, സിനാരിയോയിൽ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ വാട്ട് വെൻ റോങ്, എന്താണ് ഓൾറെഡി തെറ്റായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഫൈനലി നമ്മൾ പറഞ്ഞു അത് കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അത് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണോ
ആ ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണ്? അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആണോ, ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആണോ, സെയിം as that ലയബിലിറ്റീസും ഇൻകവും എക്സ്പെൻസും ഒക്കെ എങ്ങനെയാണോ അഫക്റ്റഡ് ആവാൻ പോകുന്നത്, ആ ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണെന്നുള്ളതും ക്ലിയർലി പറയണം. ഞാൻ മോക്ക് എക്സാംസിന്റെ ആൻസേഴ്സ് റിവ്യൂ ചെയ്ത് നിങ്ങളെ വിളിച്ച സമയത്ത് പലരുടെയും അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇവിടെയുള്ള ഏറ്റവും മേജർ ആയിട്ട് സംഭവിച്ചേക്കുന്ന ഒരു ഇഷ്യൂ ആണ്, പലരും ആൻസർ എഴുതുന്ന സമയത്ത് ആദ്യത്തെ ഇനീഷ്യൽ ആൻസേഴ്സ് എഴുതി പോകുമ്പോൾ ഐഡന്റിഫിക്കേഷൻ പാർട്ടും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും വാട്ട് വെന്റ് റോങ്ങും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ബട്ട് ഗ്രാജുവലി വരുമ്പോൾ ചിലപ്പം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതാൻ വിട്ടുപോകും, ചിലപ്പോൾ വാട്ട് വിൽ ഗോ റോങ് എഴുതാൻ വിട്ടുപോകും, ചിലപ്പോൾ ഇമ്പാക്ട് ഓൺ എഫ്എസ് എഴുതാൻ വിട്ടുപോകും. അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ആൻസേഴ്സും എഴുതിയതിനു ശേഷം അപ്പം നോക്കുക എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ആ ഓരോ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ക്ലിയർ ആയിട്ട് ഐഡന്റിഫിക്കേഷൻ പാർട്ട് എഴുതണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് എഴുതുക, വാട്ട് വിൽ ഗോ റോങ് എന്താണെന്ന് എഴുതുക, ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണ് വരുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ആദ്യം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. ആസ് പെർ IAS 38, the research expenses should be expensed in the P&L and the development expenditure should be capitalized only if meets the criteria for an intangible assets. However, there can be chances that the company might have misclassified some of the research expenses as development expenditure. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം? It may lead to overstated intangible asset and understated related asset expenses. അപ്പോൾ എന്താണോ ആ അവിടെ പർട്ടിക്കുലർ സിനാരിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇമ്പാക്ട് ഓൺ എഫ്എസ് അതും പ്രോപ്പർലി മെൻഷൻ ചെയ്യുക. അപ്പൊ ഇതായിരുന്നു ഓഡിറ്റ് റിസ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി റിസ്ക് പ്രോപ്പർലി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ അതർ സൈഡ് നമ്മൾ പറയേണ്ടത് റെസ്പോൺസ് ആയിരുന്നു. ആസ് എൻ ഓഡിറ്റർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളതായിരുന്നു പറയേണ്ടത്. ഇവിടെ ഞാൻ നിങ്ങളോട് വീണ്ടും വിളിച്ച സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു, റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഓഡിറ്റർ. ആസ് എൻ ഓഡിറ്റർ നിങ്ങൾ എന്ത് റെസ്പോൺസ് എടുക്കണം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ തേർഡ് പാർട്ടി പെർസ്പെക്റ്റീവിൽ നിന്ന് തിങ്ക് ചെയ്യേണ്ട. നിങ്ങൾ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ റെസ്പോൺസ് പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ എന്താണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ്, അതുപോലെ തന്നെ അവിടെ എന്താണോ ഇത് ചെയ്യുന്നതിന്റെ പേർപ്പസ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ട, ആ പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യണം. അപ്പൊ പ്രൊസീജിയർ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് വേണ്ടത് അത് പറയണം, ഇതൊക്കെ ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്താണോ അത് നിങ്ങൾ ക്ലിയർലി മെൻഷൻ ചെയ്യണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്, റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവുക, ഒബ്ടെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ്. ഇപ്പൊ നമുക്കിവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒബ്ടെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസസ്. എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് ദേ ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു പ്രോപ്പർ അക്കൗണ്ട്സ്. അപ്പം നമുക്ക് അവിടെ പേർപ്പസ് എന്താണ്, ഇൻ ഓർഡർ ടു എൻഷുർ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു കൺഫേം എന്താണെന്നുള്ളത് പറയണം. പലരും പ്രൊസീജിയറും ഡോക്യുമെന്റും എഴുതും, പേർപ്പസ് എഴുതൂല. പലരും നേരെ ഓപ്പോസിറ്റ്, പ്രൊസീജിയറും ഡോക്യുമെന്റും എഴുതൂല, പകരം ദ ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് ദിസ് ഹാവ് ബീൻ പ്രോപ്പർലി ബി ട്രീറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. അങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ അവിടെ പർപ്പസ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ആയില്ല. നിങ്ങൾ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഇതിന് എന്ത് ആക്ഷൻ എടുക്കണം എന്ന് നിങ്ങൾ തന്നെ പറയുന്നതാണ് റെസ്പോൺസ്. അപ്പൊ എന്താണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഇഷ്യൂ അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ക്ലിയർലി പറയുന്നുണ്ടാവണം. അപ്പൊ പ്രൊസീജിയർ പറയണം, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണ് വേണ്ടതെന്നുള്ളത് പറയാം, പേർപ്പസും പറയണം. നമ്മൾ ഓൾമോസ്റ്റ് 25 കോമൺ ആയിട്ടുള്ള റിസ്ക്കും റെസ്പോൺസും നമ്മുടെ റിവിഷൻ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ഓഡിറ്റേഴ്സ് റിസ്ക്കും റെസ്പോൺസും എഴുതുന്നതിൽ ആർക്കെങ്കിലും ഒരു മൈന്യൂട്ട് ഡൗട്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ലെക്ചർ വീഡിയോയും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ അതെടുത്തിട്ട് എല്ലാവരും കാണുക. അപ്പൊ റിസ്ക് ആൻഡ് റെസ്പോൺസ് പ്രോപ്പർലി എഴുതി പോകണം. അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ, റിസ്ക് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഐഡന്റിഫിക്കേഷൻ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വിൽ ഗോ റോങ്, ഇമ്പാക്ട് ഓൺ എഫ്എസ്. റെസ്പോൺസിന് അവിടെ എന്തൊക്കെ ഉണ്ടാവണം? പ്രൊസീജിയർ ഉണ്ടാവണം, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടാവണം, പേർപ്പസ് ഉണ്ടാവണം. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. സാറ് നോട്ട്സിൽ ചില പോയിന്റ്സ് ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓഡിറ്റർ നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓഡിറ്റർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മക്കളെ, റിസ്ക് ആൻഡ് റെസ്പോൺസ് ആണ് നമ്മുടെ വൺ ഓഫ് ദി മെയിൻ ഏരിയ. നമ്മൾ പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് റിസ്ക് ആൻഡ് റെസ്പോൺസ്. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. നമുക്ക് എന്താണെങ്കിലും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഈ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 2 കാറ്റഗറി അല്ലെങ്കിൽ 3 കാറ്റഗറി ക്വസ്റ്റ്യൻസ് വരാം, അല്ലെ മേ ബി 4 കാറ്റഗറി എന്ന് പറയാം. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങളോട് ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം തന്നിട്ട് ആ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ അകത്ത് എന്ത് ഡെഫിഷ്യൻസി ആണുള്ളത്,
അതുപോലെ തന്നെ ആ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന് എന്ത് റെക്കമെൻഡേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം മാത്രമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അതായത് ഡെഫിഷ്യൻസി ഇൻ ദി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന് എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓൺ ദ അതർ ഹാൻഡ് ചിലപ്പോൾ നിങ്ങളോട് ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും ടെസ്റ്റ് ഓഫ് കൺട്രോളും ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പം ഡയറക്റ്റ് കൺട്രോൾസും അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിക്കാം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ MCQ ആയിട്ടും വരാം. അതാണ് ഞാൻ 4 തരത്തിൽ എന്ന് പറഞ്ഞത്. സോ ഈ എല്ലാ കാറ്റഗറി ഇമ്പോർട്ടൻ്റ്ലി നോക്കി വെക്കണം. നമ്മൾ അതിന് റിവിഷൻ ക്ലാസ് വെച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. സോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് വെച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ്. അത് ചെയ്ത് നോക്കുക. ആൻഡ് എൻഷുർ ദാറ്റ് നമ്മുടെ ഓരോ കൺട്രോൾസും 6 കൺട്രോൾസിനെ കുറിച്ച് ക്ലിയർ നോളജ് ഉണ്ടാവണം. നമുക്ക് മൊത്തം 6 സിസ്റ്റംസ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. സെയിൽസ്, പർച്ചേസ്, അതേപോലെ തന്നെ ഇൻവെന്ററി, ക്യാഷ് ആൻഡ് ബാങ്ക്, പേറോള്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ എല്ലാ സിസ്റ്റത്തിനെ കുറിച്ചും ക്ലിയർ പിക്ചർ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ടത് സെയിൽസ്, പർച്ചേസ്, അതേപോലെ തന്നെ പേറോള്. ഇതാണ് ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ്ലി നോക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ പല സിസ്റ്റംസ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പം പല സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഫുൾ സിസ്റ്റംസ് വായിച്ച് നോക്കുക, എന്നിട്ട് മാത്രമേ എഴുതി തുടങ്ങാവുള്ളൂ. സെയിം സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിപ്പീറ്റേറ്റീവ് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെ ആദ്യമേ നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് അല്ലെങ്കിൽ 30 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഒരിക്കലും ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ ആൻസേഴ്സ് എഴുതി പോകരുത്. പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഓരോ ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യനും വായിച്ച് തീർത്തതിന് ശേഷം മാത്രമേ ആൻസർ എഴുതി തുടങ്ങാവുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഫുൾ വായിച്ച് തീർക്കുക, എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ എഴുതാൻ പറ്റുന്ന ഏതാണ്, ഏറ്റവും മോശമായിട്ട് എഴുതാം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതാണ്, ഏറ്റവും നല്ലപോലെ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്ന റിസ്ക് കൺട്രോൾസും ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയാസും മാത്രം ആദ്യം എഴുതി പോവുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ള പോയിന്റ്സ് എഴുതുക. ഓക്കെ. സോ ഈ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, 1 ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഡെഫിഷ്യൻസി, 2 ആ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ആ റെക്കമെൻഡേഷൻ ആയിരിക്കും. മൂന്നാമതായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക ഈ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആയിരിക്കും. സോ മെയിൻലി ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഈ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രോപ്പറായിട്ട് ആദ്യമേ ആ 6 സിസ്റ്റത്തിലുള്ള നോളജ് യൂസ് ചെയ്യുക. 6 സിസ്റ്റംസും പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മുടെ ലെക്ചർ വീഡിയോയുടെ 3rd ഡേ കാണുക. അതിൻ്റെ അകത്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ചിട്ട്. അപ്പൊ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് 6 സിസ്റ്റംസ് നോക്കുക, നമ്മൾ എന്താണോ പഠിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും സിനാരിയോയിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള ഡെഫിഷ്യൻസി എന്താണോ സിനാരിയോയിലുള്ളത് അത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യുക അതെങ്ങനെ ഡെഫിഷ്യൻസി ആയെന്ന്. മൂന്നാമതായിട്ട് അതുപോലെ തന്നെ ആ ഡെഫിഷ്യൻസി എന്ത് ഇമ്പാക്റ്റ് ആണോ നമ്മുടെ കമ്പനിയിൽ കൊണ്ടിരുന്നത്, നമ്മുടെ കമ്പനി കൊണ്ടിരുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളതും പറയാം. ഇപ്പൊ നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തൊരു എക്സാമ്പിൾ ആയിരുന്നു. നമ്മളോട് പറയാണ് നമ്മുടെ കമ്പനിയുടെ സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. അപ്പൊ നമ്മളോട് സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം the sales orders of the company are not sequentially numbered. എന്നിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? If any of the sales orders have gone missing, the company will not be able to trace that. കമ്പനിക്ക് ഏതെങ്കിലും ഒരു സെയിൽസ് ഇൻവോയ്സ് മിസ്സായി കഴിഞ്ഞത് സെയിൽസ് ഓർഡേഴ്സ് മിസ്സായി കഴിഞ്ഞത് ട്രേസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ എന്താണ് അത് കാരണം കൊണ്ട് ഇമ്പാക്ട് ഉണ്ടാവുക? Which would result in unfulfilled orders, customers will be dissatisfied and there will be loss of revenue for the company. അതാണ് നമ്മുടെ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്ന് പറയുക. അപ്പൊ ഇത് 3 കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? The company's sales orders are not sequentially numbered. Therefore, if any of the sales orders have gone missing, the company will not be able to trace that, which would result in unfulfilled orders, which in turn leads to customer dissatisfaction and loss of revenue for the company. ഇതായിരിക്കും നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് എഴുതുക. അപ്പൊ നമ്മൾ എന്താണോ ഡെഫിഷ്യൻസി ആയിട്ട് പറഞ്ഞത് ആ ഡെഫിഷ്യൻസി എങ്ങനെ ഓവർകം ചെയ്യാം നമ്മൾ ഇനി പറയണം. അപ്പൊ ഒരു ഡെഫിഷ്യൻസി എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നമ്മൾ പറയുന്നതാണ് റെക്കമെൻഡേഷൻ എന്ന് പറയാം. അപ്പോൾ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ആക്ഷൻ ആയിരിക്കും. ഒരു കമ്പനി എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് വേണ്ടത് അത് തന്നെ പറഞ്ഞാൽ മതി. ഇവിടെ നമ്മളോട് പറഞ്ഞു സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യൽ നമ്പേർഡ് അല്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കുക? All the sales orders should be sequentially numbered and a sequence check should be performed by the company to ensure sequence breakage. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയും എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം.
നമ്മളൊരു സീക്വൻസ് ചെക്ക് നടത്തണം, സീക്വൻസിൽ എവിടെയെങ്കിലും ബ്രേക്കേജ് ഉണ്ടോ എന്ന് അറിയാൻ. അപ്പൊ കമ്പനി എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ഓഡിറ്ററായി നമ്മൾ സജഷൻ കൊടുത്തു. അതായിരുന്നു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മൾ ഇവിടെ പറയുന്നുണ്ടാവുക നമ്മുടെ പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യമായിരിക്കും ഏറ്റവും ആദ്യമേ പറയാം. നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള രണ്ടാമത് പറയണം. ഇവിടെയും നമ്മുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസും മെൻഷൻ ചെയ്യണം. ഹൗവർ ഇവിടെ നിങ്ങൾ എടുക്കേണ്ട പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയോട് പറഞ്ഞു ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന്. അപ്പൊ ആ കമ്പനിയോട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അത് പ്രോപ്പർലി ആണോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നറിയാന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെന്റ്. അപ്പൊ നമ്മുടെ കമ്പനി ഈ ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്താണോ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത് അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ പേർപ്പസ്, അല്ലെങ്കിൽ അത് പ്രോപ്പർലി നടക്കുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയാം. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് സെഷനിലും ഏറ്റവും പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും പ്രൊസീജിയർ ആയിട്ട് കൊടുക്കാം. അനലൈസ്, എഗ്രി, അസർട്ടൈൻ, ദെൻ എൻഷുർ, എൻക്വയർ, ഇങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊസീജിയർ ആയിട്ട് കൊടുക്കാം. ഏത് പ്രൊസീജിയർ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. ഹൗവർ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ. അല്ലെങ്കിൽ ഇവിടെ എന്താണോ നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണോ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ സെയിൽസ് ഓർഡേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മുടെ സെയിൽസ് ഓർഡർ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയാം, മേ ബി നമുക്കിവിടെ എങ്ങനെയാണ് കമ്പനി ഒരു സെയിം സിസ്റ്റം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുക. നമുക്ക് സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്ന്. അപ്പൊ നമ്മൾ അവിടെ പറയുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? പ്രൊസീജിയർ ആയിട്ട് പറയുന്നത് റിവ്യൂ എന്നുള്ളതായിരിക്കും. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡേഴ്സ് ആയിരിക്കും. എന്തായിരിക്കും നമ്മുടെ പേർപ്പസ്? ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദേ ആർ സീക്വൻഷ്യലി നമ്പേർഡ്. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? Review a sample of sales orders in order to confirm whether they are sequentially numbered. So ഇങ്ങനെയായിരിക്കും നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ ഏത് വേണേലും പറയാം. ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ റെക്കമെൻഡേഷൻ അത് കൊടുക്കുന്നതിനായിരിക്കും. പേർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻ എന്താണോ അത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാനുള്ളതാണ്. എഗെയിൻ ഐ റിപ്പീറ്റ്, ആർക്കെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ കാര്യം എഴുതുന്നതിൽ ക്ലിയർ പിക്ചർ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ഡേ 3 കാണുക. റെഗുലർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് കാണുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടില്ല ചെയ്തതാണ്. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും റിക്വയർമെന്റ്സും നമ്മൾ പ്രോപ്പർലി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ടും കുഴപ്പമില്ല, ഏതിലും ഒരെണ്ണം എടുത്ത് നോക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളോട് ഇപ്പൊ പറയാണ്, ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഓതറൈസേഷൻ ഇല്ലാണ്ട് പർച്ചേസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുക? ഡെഫിഷ്യൻസി. നമ്മൾ പറയുന്നത് ഓതറൈസേഷൻ ഇല്ലാതെ പർച്ചേസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് പ്ലേസ് ആവും, അല്ലെങ്കിൽ എംപ്ലോയീസ് അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങും. അപ്പോൾ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും എന്നുള്ളതായിരിക്കും നമ്മൾ ഡെഫിഷ്യൻസി പറയുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ആദ്യം ഐഡന്റിഫിക്കേഷൻ പാർട്ട് പറയാം. Alan companies purchase orders are not authorized before they are being provided to the supplier. Therefore, there can be chances that employees might place orders for their own personal purpose, or they might place unwanted orders for the company, which might result in fraudulent transactions and unwanted cash outflows. ഇനി റെക്കമെൻഡേഷൻ പറയണം. എന്താണ് നമ്മൾ ഇവിടെ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് പറയാം. നമ്മൾ എന്താ പറഞ്ഞത്? All the purchase orders should be authorized by a senior official, and any unauthorized orders should not be processed. And അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. പർച്ചേസ് ഓർഡേഴ്സ് ഓരോന്നും പ്രോപ്പർലി ഓതറൈസ്ഡ് ആണോ എന്ന്. എങ്ങനെയായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഓതറൈസ്ഡ് ആണോ എന്ന്. അപ്പൊ നമുക്ക് എന്ത് പറയാം? obtain samples of purchase orders and review in order to confirm whether they are being authorized by a senior official by their signature. അതായിരിക്കും നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് പറയുന്നുണ്ടാവുക. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും ടെസ്റ്റ് ഓഫ് കൺട്രോളും എഴുതുക. ഹൗവെവർ, നമ്മളോട് ഓൺ ദ അതർ ഹാൻഡ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക ഡയറക്റ്റ് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ആയിരിക്കും. അപ്പം ഡയറക്റ്റ് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ there will be a slight difference in what we provide as the answer. സോ ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയുന്ന കേസിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ അകത്ത് മിസ്റ്റേക്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കൺട്രോൾസിനെയാണ് ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് നമ്മൾ വിളിക്കുക.
അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ അകത്ത് എന്തൊക്കെ സ്ട്രെങ്ത് ആണുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള സ്ട്രെങ്ത് കാരണം കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണോ നമ്മൾ കൺട്രോൾസ് വേണമെന്ന് പഠിച്ചത് അത് തന്നെ സിനാരിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും അതുണ്ട് എന്നുള്ളത്. അതായത് all the purchase orders are sequentially numbered. Then bank reconciliation statements are prepared on monthly basis and are being reviewed by a senior official. ഇങ്ങനെ ഓരോന്നും ഒരു കമ്പനി പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയാം. അപ്പൊ ഡയറക്റ്റ് കൺട്രോൾസിന് ആൻസേഴ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് കൺട്രോൾസ് എന്താണോ സിനാരിയോ ഉള്ളത് അത് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് വൈ ഡു വി കൺസിഡർ ഇറ്റ് ആസ് എ ഡയറക്റ്റ് കൺട്രോൾ എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് അഗെയിൻ ആ ഡയറക്റ്റ് കൺട്രോൾ കാരണം കൊണ്ട് എന്താണ് ഇമ്പാക്ട് ഓൺ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരാൻ ചാൻസ് ഉള്ളത്. സോ വിച്ച് മീൻസ് പോസിറ്റീവ് ഇമ്പാക്ട് എന്താണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരാൻ ചാൻസ് ഉള്ളത് എന്നുകൂടി പറയാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ക്വസ്റ്റനിൽ കണ്ടു. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം Alan company prepares the bank reconciliation statement on monthly basis and these are being reviewed by a senior official. Therefore, അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? Therefore, there can be chances that all the unreconciled item will be traced on timely basis and mistakes will be corrected appropriately. Impact on FS എന്തായിരിക്കും? Therefore, the bank balance will not be under or overstated. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ എന്താണോ സ്ട്രെങ്ത് ഇൻ കൺട്രോൾ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതെന്തുകൊണ്ടാണ് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കാരണം എന്താണ് പോസിറ്റീവ് ഇമ്പാക്ട് എഫസിന്റെ അത് വരാൻ ചാൻസ് ഉള്ളത് അത് നമ്മൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. ഇനി ഈ ഡയറക്റ്റ് കൺട്രോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ഡയറക്റ്റ് കൺട്രോൾസ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നമ്മൾ പറയണം. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പറയുമ്പോൾ അവിടെ യാതൊരു വ്യത്യാസമില്ല. നമ്മൾ അഗെയിൻ പറയുന്നുണ്ടാവുക പ്രൊസീജിയർ പ്ലസ് നമുക്ക് എന്താണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണ്ടത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആയിരിക്കും പറയുന്നുണ്ടാവുക. പ്ലസ് നമ്മുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസും ക്ലിയർലി നമ്മൾ മെൻഷൻ ചെയ്യണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താണോ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് അബൌട്ട് ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെയായിരിക്കും. നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഇവരത് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാന്നുള്ളതാണ്. അപ്പം അത് തന്നെയായിരിക്കും നിങ്ങളെ പേർപ്പസ് ആയിട്ടും പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? ഒബ്റ്റെയിൻ കോപ്പീസ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് in order to confirm that they are being prepared on monthly basis and are being reviewed by a senior official. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് പറയുന്നുണ്ടാവുക. So this is what you need to consider while writing the answers for the internal controls. So internal control systemത്തിന്റെ questions വരുന്ന സമയത്ത് deficiency നോക്കണം, recommendation നോക്കണം, test of control നോക്കണം. അതേപോലെ തന്നെ you have to consider both the direct controls as well as their test of controls also. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത് when it comes to the question of internal controls. And ഇവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യന്റെ ഏരിയയിൽ നിന്ന് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. അവിടെ മെയിൻലി നിങ്ങളോട് ചോദിക്കാറുള്ള 2 തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റവും 5 കോമ്പണൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റവും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് ദേ ക്യാൻ ഓൾസോ ബി ചാൻസസ് ദാറ്റ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റം റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സും അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ചോദിക്കാം. നമ്മൾ പഠിച്ചതായിരുന്നു നറേറ്റീവ് നോട്ട്സ്, ഫ്ലോ ചാർട്ട്സ്, ക്വസ്റ്റ്യനെയേഴ്സ് ഒക്കെ. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനും ചോദിക്കാം, അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഈദർ ഓഫ് ദം ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയാസും തിയറി നോക്കി വെക്കുക എല്ലാവരും. ക്ലിയർ ആയോ? യെസ്. ഇനി ഈ 2 ഏരിയാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു the area of substantive procedures. So when it comes to the area of substantive procedures, അവിടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അടുത്ത് ഇന്ന് വിളിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിന്റെ അകത്ത് നിങ്ങൾ എഴുതുമ്പോൾ 3 കാര്യങ്ങളാണ് വരുന്നത്. നമ്പർ 1 there should be a procedure. നമ്പർ 2 ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടാവണം എപ്പോഴും നിങ്ങൾ എന്തെഴുതിയാലും. അതേപോലെ തന്നെ നമുക്കുള്ള പേർപ്പസ് എന്താണോ ആ പേർപ്പസും ക്ലിയർലി മെൻഷൻ ചെയ്യണം. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണോ നമ്മുടെ പേർപ്പസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ്
assertions are being properly recorded in the company's financial statements. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസ് ഓരോന്നും പ്രോപ്പർലി ആണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസേർഷൻസ് എഴുതണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഴുതണോ എന്ന് ചോദിച്ചാൽ, ഇഫ് യു വോണ്ട് യു ക്യാൻ റൈറ്റ് ദ അസേർഷൻ ആസ് പേർപ്പസ്, ബട്ട് ബെറ്റർ യു റൈറ്റ് ദ മീനിങ് ഓഫ് അസേർഷൻ. കട്ട് ഓഫിന് പകരം നിങ്ങൾ പറയാ, in order to confirm whether the transactions are being recorded within the correct accounting period, in order to confirm whether the transactions are included in the proper accounting head, in order to confirm whether the transactions are being accurately recorded, in order to confirm whether all the disclosures have been appropriately included in the company's financial statements. എന്നുള്ളത് പേർപ്പസ് ആയിട്ട് പറയാം. ആൻഡ് പ്ലീസ് നോട്ട് വൺ തിങ്, എല്ലാവരും ഇഫ് പോസിബിൾ നാളെ നമ്മുടെ സബ്സ്റ്റാൻറ്റീവ്സിന്റെ, അതായത് നമ്മുടെ റിവിഷൻ ക്ലാസിന്റെ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഡേ 1 കാണണം. ഈവൻ ഇഫ് നിങ്ങൾക്ക് സബ്സ്റ്റാൻറ്റീവ്സിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിലും ഡേ 1 കാണണം. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. എസ്പെഷ്യലി സബ്സ്റ്റാൻറ്റീവ്സ് പല രീതിയിൽ നമ്മളോട് ചോദിക്കാം, പല രീതിയിൽ നമുക്ക് എക്സാമിനബിൾ ആയിട്ട് വരാം എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ 2-hour സെഷൻ. സോ പ്രോബ്ലി ദ റെക്കോർഡിംഗ് വിൽ ബി ദെയർ ഫോർ ഓൺലി അറൌണ്ട് 1.5 hours. അപ്പൊ എന്താണെങ്കിലും സബ്സ്റ്റാൻറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഏരിയ നോക്കിയിട്ടില്ലെങ്കിൽ പോലും ഇനീഷ്യലി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാമെന്ന്. മെയിൻലി നമുക്ക് ഈ സബ്സ്റ്റാൻറ്റീവ്സ് ഓരോന്നും എഴുതുമ്പോൾ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വെച്ച് സബ്സ്റ്റാൻറ്റീവ്സ് എഴുതി പോകാൻ പറ്റും എന്ന് പറഞ്ഞു. പ്രൊസീജിയർ, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ, പേർപ്പസ് എന്ന് പറയുന്നത് പല രീതിയിൽ എഴുതാം എന്ന് പറഞ്ഞു. അവിടെ കോമൺ ആയിട്ട് ഞാൻ ചെയ്യണം എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സബ്സ്റ്റാൻറ്റീവ്സ് ആയിരുന്നു. എന്തൊക്കെയാണ് മക്കളെ? മാനേജ്മെന്റുമായിട്ട് നമുക്ക് എൻക്വയറി ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. പല കാര്യങ്ങളും റിട്ടൺ റെപ്രസെന്റേഷൻ നമുക്ക് വാങ്ങാം, എക്സ്റ്റേണൽ കൺഫർമേഷൻ നമുക്ക് വാങ്ങാം, കറസ്പോണ്ടൻസ് നമുക്ക് നോക്കാം, റീകാൽക്കുലേറ്റ് ചെയ്യാൻ റീപെർഫോം ചെയ്യാം, 2 കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം, എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണുള്ള ആ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാം, എന്നിട്ട് എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് തന്നെ P&L ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കാം, ബോർഡ് മിനിറ്റ്സ് നമുക്ക് നോക്കാം, എന്താണോ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് കൺഫേം ചെയ്യേണ്ടത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പെൻസസ് എന്തൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യേണ്ടത് മാച്ച് ചെയ്യാൻ പറയാം, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറയാം, ഡിസ്ക്ലോഷേഴ്സ് പ്രോപ്പർ ആണോ എന്ന് അറിയാൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ സിനാരിയോ നിങ്ങൾ കിട്ടുമെന്ന് നോക്കുക. ഇവിടെ മാനേജ്മെന്റുമായിട്ട് എൻക്വയറി ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ എനിക്ക് എന്തിനെ പറ്റിയിട്ടാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറ്റുന്നത് നോക്കുക, എക്സ്റ്റേണൽ കൺഫർമേഷൻ ഇവിടെ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത്, ഇവിടുത്തെ തേർഡ് പാർട്ടി ആരാണെന്ന് നോക്കുക, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് നോക്കുക, ഇവിടെ റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണുള്ളത് നോക്കുക, അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ തമ്മിലാണ് കമ്പാരിസൺ നടത്താൻ പറ്റുന്നത്, ഏത് എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് എടുക്കാൻ പറ്റുന്നത്, ബോൺ മിനിറ്റ്സ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് റിവ്യൂ ചെയ്യാൻ പറ്റുക, ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുക, നോട്ട്സ് എന്തൊക്കെയാണ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങൾ ക്ലിയർലി നോക്കുക. എന്നിട്ട് മാത്രം ആൻസേഴ്സ് എഴുതുക. ഒരു കാരണവശാലും 5 പോയിന്റ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ 6 പോയിന്റ്സ് എഴുതണ്ട. 1 മാർക്കിന് 1 പോയിന്റ് എന്നുള്ള ബേസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും എത്രയാണോ നിങ്ങളോട് സിനാരിയോയിൽ ചോദിക്കുന്നത് അത് മാത്രം നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. അഗെയിൻ മാക്സിമം സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാൻ നോക്കുക. പ്ലസ് you should never forget to write the purpose of substantives. ഏതാണോ നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുന്നത് ആ സബ്സ്റ്റാൻറ്റീവ്സിന്റെ പർപ്പസ് എന്താണ് എന്ന് പറയാനായിട്ട് മറന്നു പോകരുത്, because it's that important. So whenever you write the substantives, in order to confirm എന്താണ്, in order to confirm എന്താണ്, in order to ensure എന്താണ്, ഈ കാര്യം ക്ലിയർ ആയിട്ട് പറയാം. സോ ഒരു കാരണവശാലും സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുമ്പോൾ പർപ്പസ് എഴുതാൻ വിട്ടുപോകരുത്. ഞാൻ ഇന്നും വിളിച്ച സമയത്ത് എല്ലാവരുടെ അടുത്ത് പറഞ്ഞതായിരുന്നു, എപ്പോഴും നിങ്ങൾ ഓരോ സബ്സ്റ്റാൻറ്റീവ്സും എഴുതിയതിനു ശേഷം നോക്കണം പർപ്പസ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ എപ്പോഴും സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുമ്പോൾ പ്രൊസീജിയർ ഉണ്ടാവണം, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ടാവണം, നമ്മുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. സോ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. എന്താണേലും എല്ലാവരും സബ്സ്റ്റാൻറ്റീവ്സിന്റെ ആ ഏരിയ ഒന്നും കൂടി കാണണം, കാണാതിരിക്കരുത്, ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചൊരു ഏരിയ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഏരിയ. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പല തരത്തിലുള്ള ഒപ്പീനിയൻ പഠിച്ചു. ഏതൊക്കെയാണ് മക്കളെ ഒപ്പീനിയൻ നമ്മൾ പഠിച്ചത്? മോഡിഫൈഡ് ഒപ്പീനിയനും അൺമോഡിഫൈഡ് ഒപ്പീനിയനും. ആൻഡ് അൺമോഡിഫൈഡ് ഒപ്പീനിയനെ തന്നെ നമ്മൾ ഫർദർ ഒന്നും കൂടി ക്ലാസിഫൈ ചെയ്തു. എന്തായിരുന്നു? അൺക്വാളിഫൈഡ്,
ഓൺ ദ അതർ ഹാൻഡ് മോഡിഫൈഡിനെ നമ്മൾ മൂന്നായിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഏതൊക്കെയായിരുന്നു? ക്വാളിഫൈഡ്, അഡ്വേഴ്സ്, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ക്വാളിഫൈഡ്, അഡ്വേഴ്സ് ആൻഡ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഇങ്ങനെ മൂന്നായിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഓരോ ഒപ്പീനിയനും കൊടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളായിരുന്നു കൺസിഡർ ചെയ്യേണ്ടത്. എന്തൊക്കെയായിരുന്നു? ഒരു മിസ്സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മിസ്സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം നോക്കണം. അതേപോലെ തന്നെ എന്ത് നോക്കണം? പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നോക്കണം എന്ന് പറഞ്ഞു. മെറ്റീരിയൽ ആണോ എന്ന് നമ്മൾ SOPLന്റെ ബേസിസിലും SOFPയുടെ ബേസിസിലും നോക്കാൻ നമ്മൾ പറഞ്ഞു. SOPLന്റെ ബേസിസിൽ ഏതൊക്കെ എലമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ പ്രോഫിറ്റ്, റവന്യൂ അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്? 0.5% മേലെയാണെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും. പ്രോഫിറ്റിന്റെ 5%, റവന്യൂന്റെയോ 0.5%. SOFPയുടെ ബേസിസ് നമ്മൾ ഏതിന്റെയൊക്കെ ആയിരുന്നു? ടോട്ടൽ അസറ്റും ടോട്ടൽ അസറ്റിന് എത്ര പെർസെന്റേജ് ആയിരുന്നു? 1%. നെറ്റ് അസറ്റ്സിന്റെ 2%. സോ നമ്മുടെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഓരോ എലമെന്റിന്റെയും ബേസിസിൽ എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കണം. അതിന്റെ മേലെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ഡേ 4 നമ്മൾ പഠിച്ചിരുന്നു റിവിഷൻ ക്ലാസ്സിന്റെ. ആൻഡ് ഒരു പർട്ടിക്കുലർ മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? മിസ്സ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ലോസ് ആയിട്ട് കൺവേർട്ട് ആവുമോ അല്ലെങ്കിൽ ലോസ് പ്രോഫിറ്റ് ആയിട്ട് കൺവേർട്ട് ആവുമോ എന്ന് നമ്മൾ നോക്കണം. പ്രോഫിറ്റ് ലോസ് ആവുമോ ലോസ് പ്രോഫിറ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? പെർവേസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഇതിന് പുറമെ പറഞ്ഞു ഇങ്ങനെ മാത്രം നോക്കണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ക്രൈറ്റീരിയ വെച്ച് നോക്കാം. സ്റ്റാൻഡേർഡിനകത്ത് പഠിച്ച് അതെന്തായിരുന്നു ക്രൈറ്റീരിയ? മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. രണ്ടാം നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ എലമെന്റ് ആണ് അഫക്റ്റ് ആയിരിക്കുന്നത്, പക്ഷെ അതിന്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷനും അഫക്റ്റഡ് ആണെങ്കിൽ. മൂന്നാം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? യൂസേഴ്സിന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഡിസ്ക്ലോഷർ ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ പെർവേസീവ്നെസ് കൺസിഡർ ചെയ്യുന്നത്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഇനി ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്തു. ഈ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല. നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരുന്നു കൊടുക്കുന്നത്? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. ഇഫ് ഇറ്റ് ഈസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്, മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണെങ്കിലോ adverse opinion കൊടുക്കണം. Misstatement is material but not pervasive. Qualified. Misstatement is material, not pervasive. And suppose consider that there's a lack of audit evidence, and the lack of audit evidence in amount, it is again not material and not pervasive. And the opinion? Unqualified. If it is material and pervasive, disclaimer. And if it is material not pervasive, we will provide qualified. Clear ayo? Yes, sir. Yeah. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ അവിടെ പറഞ്ഞത്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഗോയിങ് കൺസേണിന്റെ കാര്യവും പറഞ്ഞിരുന്നു അല്ലെ? ഗോയിങ് കൺസേണിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഗോയിങ് കൺസേൺ അസംഷൻസ് എല്ലാം അപ്രോപ്രിയേറ്റ് ആണ്. എന്തോ പിന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക? അൺക്വാളിഫൈഡ്. ഗോയിങ് കൺസേൺ അസംഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിലോ? മെറ്റീരിയൽ അല്ല, ക്വാളിഫൈഡ് ആണോ? ഗോയിങ് കൺസേൺ അസംഷൻ ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ്, ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്, അത് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലോ അൺക്വാളിഫൈഡ് വിത്ത് MURGC. ഗോയിങ് കൺസേൺ അസംഷൻ ഈസ് അപ്രോപ്രിയേറ്റ്, അൺസെർട്ടനിറ്റി ഉണ്ട്, അത് അപ്രോപ്രിയേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിലോ അൺസെർട്ടനിറ്റി മാത്രമാണ് ഡിസ്ക്ലോസ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ്. ദെൻ ഗോയിങ് കൺസേണിനെ പറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലോ അഡ്വേഴ്സ്. ഇനി കമ്പനി ഈസ് നോട്ട് വില്ലിംഗ് ടു മേക്ക് ദ ഗോയിങ് കൺസേൺ അസംഷൻ, അങ്ങനെയാണെങ്കിലോ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക. കമ്പനി ഗോയിങ് കൺസേൺ അസംഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആവുന്നില്ല, ക്വാളിഫൈഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗോയിങ് കൺസേണിന്റെ പ്രൊസീജിയറും നമ്മുടെ ലാസ്റ്റ് സെഷനിൽ പഠിച്ചായിരുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഒന്നും കൂടി നോക്കുക എല്ലാവരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ ആ ഒരു ബേസ് പഠിച്ചത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിങ്ങിന്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങളോട് മെയിൻലി ചോദിക്കുന്നുണ്ടാവുക മാറ്റേഴ്സ് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് ചോദിക്കും. അവിടെ കൺസിഡർ ചെയ്യേണ്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ആൻഡ് ആ ഇഷ്യൂസ് അൺകറക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് എന്താണ് ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വരുന്നതെന്നാണ് നിങ്ങളോട് നോർമലി ചോദിക്കാറ്. അപ്പൊ നിങ്ങളോട് ആൻസർ വരുന്ന സമയത്ത് അവിടെ കുറെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? ആദ്യമേ ഫാക്ട് പറയുക. ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിനാരിയോക്കകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് ആ കാര്യം എന്താണെന്നുള്ളത് പറയാം.
രണ്ടാമതായിട്ട് അവിടെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ? അവിടുത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറയണം. മൂന്നാമതായിട്ട് അവിടെ വന്നേക്കുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം പറയണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? മാറ്റേഴ്സ് ആയി. ഇനി അവിടുന്ന് നമ്മൾ എന്തൊക്കെയാണെന്ന് പറയേണ്ടത്? ആ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം പറയണം. അഞ്ചാമതായിട്ട് അത് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം പറയണം. ആറാമതായിട്ട് എന്തായിരുന്നു? നമ്മുടെ ഒപ്പീനിയൻ എന്താന്നുള്ള കാര്യം പറയണം. ആൻഡ് ഫൈനലി ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്താന്നുള്ള കാര്യവും പറയണം. ഹൗഎവർ ഇത് ഓരോന്നും ഹെഡിങ് ആയിട്ടാണ് മക്കളെ പറയേണ്ടത്? അല്ല, കണ്ടിന്യൂസ് സെന്റൻസ് ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടത് ഡാഷിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളോട് അവിടെ പറഞ്ഞു ഒരു കമ്പനി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തു. 1,10,000 പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തു. ശരിക്കും പ്രൊവിഷന്റെ എമൗണ്ട് വേണ്ടത് 3,05,000 ആയിരുന്നു. പക്ഷെ അവരത് പ്രോപ്പർലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അവരോടത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു, അവർ കറക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മളോട് സിനാരിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക ആൻസർ ആയിട്ട്? നിങ്ങളോട് ഞാൻ പറഞ്ഞു ആദ്യമേ ആ 1,10,000 ആണ് അവർ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്, 3,05,000 ആയിരുന്നു വേണ്ടത്. അപ്പൊ അവിടെ എത്രയാണ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 1,95,000 ആണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 1,95,000 എന്ന് പറയുന്ന എമൗണ്ട് മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ആദ്യമേ മെറ്റീരിയൽ ആണെന്ന് നോക്കണം. അതിനുശേഷം ആ മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് ആയിട്ട് റീസ്റ്റേറ്റഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ എന്നുള്ള കാര്യം. അതിന്റെ ബേസിസിൽ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ളതും കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് മാത്രം ആൻസർ എഴുതി തുടങ്ങുക. ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നത് എന്തായിരിക്കും? സിനാരിയോയിൽ കണ്ട സെയിം കാര്യമായിരിക്കും. നമ്മൾ പറയും ദി കമ്പനി ഹാവ് എ റിഡൻഡൻസി പ്രൊവിഷൻ in relation to the closure of one of their dash and dash, which amounts to 1,10,000. However, the audit fieldwork has confirmed that the required amount of provision is 3,05,000. Therefore, there is a misstatement of 1,95,000. As per IAS 37, provision, contingent liabilities and contingent asset, the company should have recognized the amount of provision for the probable future cash outflow. And since the company have not recognized the provision, the amount of provision is understated and the company's profit is overstated. The misstatement of 1,95,000 represents 6% of the profit and 1.3% of the total asset. Therefore, it is material. However, as the profit is not restated into losses, it cannot be treated as pervasive. As the amount of misstatement is material but not pervasive, auditor should provide a qualified opinion stating that, except for the matters identified in relation to the provision, rest of the financial statement shows a true and fair view. Following the opinion paragraph, the auditor should also express basis of qualified opinion to give the reasons for providing the qualified opinion. Clear ayo? Yes, sir. Yeah. അപ്പൊ നമ്മൾ ഗോയിങ് കൺസേണിന്റെ പെർസ്പെക്റ്റീവിലുള്ളതും നോർമൽ റിപ്പോർട്ടിങ്ങിന്റെയും 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ അത് നോക്കി നോക്കാം എല്ലാവരും. അപ്പോൾ റിപ്പോർട്ടിങ്ങിന് ആൻസേഴ്സ് പറയുമ്പോൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വരേണ്ടത്? ഫാക്ട്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, മിസ്സ്റ്റേറ്റ്മെന്റ് എത്രയാണെന്നുള്ള പറയാം, മെറ്റീരിയൽ ആണോ എന്ന് പറയണം, പെർവേസീവ് ആണോ എന്ന് പറയണം, ഒപ്പീനിയൻ എന്താന്ന് പറയണം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പറയേണ്ടത് വിത്ത് റിഗാർഡിംഗ് ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇനി നമ്മൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ പഠിച്ച അത് ഏരിയ ആയിരുന്നു ദ ഏരിയ ഓഫ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആയിരുന്നു, അല്ലെങ്കിൽ ACCA കോഡ് ഓഫ് കണ്ടക്ട് ആയിരുന്നു. സോ ACCA കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം നമ്മൾ 5 എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്. ഏതൊക്കെയായിരുന്നു മക്കളെ? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, പ്രൊഫഷണൽ ബിഹേവിയർ. സോ അവിടെ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നതായിരുന്നു ഇന്റഗ്രിറ്റി എന്ന് പറയാം. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല, അൺഡ്യൂലി ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല, എന്ത് തരത്തിലുള്ള പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എടുക്കുന്ന സമയത്തും നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു ഒബ്ജക്ടിവിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ഇറ്റ് ടു എനി ഓഫ് ദി തേർഡ് പാർട്ടി. സെയിം as that ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ വാങ്ങുന്നത് അതർ ദാൻ ദാറ്റ് മറ്റൊന്നിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു കോൺഫിഡൻഷ്യാലിറ്റി. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വി ഷുഡ് ഓൾവേസ് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് അവർ നോളജ്. നമ്മളെപ്പോഴും ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിൽ മാത്രമേ വർക്ക് ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. ആൻഡ് ഫൈനലി പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്യുന്നത് എന്തായിരുന്നു? നമ്മൾ പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. വി ഷുഡ് ഓൾവേസ് ആക്ട് ലൈക്ക് എ പ്രൊഫഷണൽ എന്ന് പറയുന്നതായിരുന്നു
പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ACCA കോഡ് ഓഫ് എത്തിക്സ് അല്ലെ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്, ഇങ്ങനെ പല രീതിയിൽ നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർലി നോക്കി വെക്കുക. ഇനി ഡയറക്ട്ലി ആസ് എൻ MCQ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എത്തിക്കൽ ത്രെട്ടും സേഫ് ഗാർഡ്സും. അവിടെ നമ്മൾ പല തരത്തിലുള്ള എത്തിക്കൽ ത്രെട്ട് പഠിച്ചിരുന്നു. മെയിൻലി നമ്മൾ 5 എത്തിക്കൽ ത്രെഡ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും വരിക? നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് സിനാരിയോയിൽ പറയുമ്പോഴായിരിക്കും സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ടാവുക. സേ ഫോർ എക്സാമ്പിൾ ഓവർ ഡ്യൂ ഫീസ് വരുന്നു എന്ന് പറയുന്നു, പെർസെൻറ്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ഫീസ്, ഹൈ പെർസെൻറ്റേജ് ഫീസ്, ലോ ബോളിംഗ്. നമ്മൾ ഇങ്ങനെയുള്ള പല കേസസ് ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഓരോ സിറ്റുവേഷനിൽ എന്തുണ്ടാവും? എത്തിക്കൽ ത്രെറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആയിരിക്കും. സെൽഫ് റിവ്യൂ ത്രെട്ട് ഒരേ ഒരു സിറ്റുവേഷനിലേ വരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു ആ സിറ്റുവേഷൻ? നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്ന കേസിലാണ് സെൽഫ് റിവ്യൂ ത്രെട്ട് വരിക. അതൊന്നെങ്കിൽ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും അവിടെ സെൽഫ് റിവ്യൂ ത്രെട്ട് വരിക. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ക്ലയന്റിന്റെ അടുത്തുനിന്ന് ഓഡിറ്റ് ഫേമിൽ വന്ന് ജോയിൻ ചെയ്താണെങ്കിലും അവിടെ എന്ത് വരാം? സെൽഫ് റിവ്യൂ ത്രെട്ട് വരാം. ഇനി അഡ്വക്കസി ത്രെട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം അഡ്വക്കസി ത്രെട്ട് മെയിൻലി എപ്പോഴും എവിടെയായിരുന്നു വരിക? നമ്മൾ ഒരു ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും പോയി സംസാരിച്ചു കഴിഞ്ഞാലായിരുന്നു അഡ്വക്കസി ത്രെട്ട് വരുന്നുണ്ടാവുക. സോ whenever there is a possibility that you represent the client company at a point, അവിടെ എപ്പോഴും എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും? അഡ്വക്കസി ത്രെട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അഡ്വക്കസി ത്രെട്ട് പോലെ തന്നെ ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ട്. നമ്മളൊരു ക്ലയന്റുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പിന്റെ കാരണം കൊണ്ടോ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാരണം കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന ത്രെട്ടാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയാം. ആൻഡ് വെരി ഫൈനലി ഇറ്റ് വാസ് ദ ഇന്റിമിഡേഷൻ ത്രെട്ട്. നമ്മൾ പറഞ്ഞു 3 സിറ്റുവേഷനിലാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് വരിക. ഏതൊക്കെയായിരുന്നു? Coercion, undue influence, പിന്നെയോ creating limitation in the scope of audit. Then coercion എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഭീഷണിയായിരുന്നു. നമ്മൾ ഇന്റിമിഡേറ്റ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് coercion എന്ന് പറയുക. undue influence പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ മേലെ അതോറിറ്റി ഉള്ള ഒരാൾ ആ അതോറിറ്റി മിസ്യൂസ് ചെയ്യുന്നതിനെയാണ് undue influence പറയാം. Then creating limitation in the scope of audit എന്ന് പറയുമ്പോൾ നമുക്ക് adequate ടൈം തരുന്നില്ല ഓഡിറ്റ് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ തരുന്നില്ല, ഇൻവെന്ററി കൗണ്ടിന്റെ സമയത്ത് നമുക്ക് ആക്സസ് തരുന്നില്ല. അങ്ങനെ ഓഡിറ്റിന് സ്കോപ്പിനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും നമ്മൾ എന്തായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക? വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് ആൻ ഇന്റിമിഡേഷൻ ത്രെട്ട്. അപ്പൊ ഇതായിരുന്നു നമ്മൾ ഓരോ ത്രെഡ്സും നമ്മൾ പഠിച്ചത്. സോ ഈ ത്രെഡ്സ് പോലെ തന്നെ നമ്മൾ പറഞ്ഞു സേഫ് ഗാർഡ്സും നമ്മൾ പലതരത്തിലുള്ള ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ ഓരോ സിറ്റുവേഷനും സേഫ് ഗാർഡ് നോക്കുക. സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഓഡിറ്റ് ടീമിൽ നിന്ന് റിമൂവ് ചെയ്യണോ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് അഡ്വൈസ് സീക്ക് ചെയ്യണോ, റിസൈൻ ചെയ്യണോ, മാനേജ്മെന്റ് അല്ലെങ്കിൽ ദോസ് ചാർജ് ഗവൺസുമായിട്ട് ഡിസ്കസ് ചെയ്യണോ, പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ഫീസ് ആണ് തരുന്നതെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് റിജക്ട് ചെയ്യണോ, അങ്ങനെയുള്ള ഓരോരോ സിറ്റുവേഷൻസും നിങ്ങൾ എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ച് പറയാം. ഇനി നമ്മളോട് അവിടെ മെയിൻലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ നമ്മൾ പറഞ്ഞു ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ് ഓർ എൻറ്റിറ്റി ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്ന കമ്പനിയോ അല്ലെങ്കിൽ നമ്മൾ ഒരേ സമയം മൾട്ടിപ്പിൾ എൻറ്റിറ്റീസിന് ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കൽ ത്രെട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പൊ അവിടെ നിങ്ങളോട് നോർമലി റിക്വയർമെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക എന്തൊക്കെ സേഫ് ഗാർഡാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നായിരിക്കും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നോർമലി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ നിങ്ങളോട് എന്തൊക്കെയാണ് സേഫ് ഗാർഡ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നോർമലി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമ്മൾ എന്ത് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക? അവിടെ ഈ ഒരു ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റി ഇൻ കോമ്പീറ്റന്റ് മാർക്കറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ആൻഡ് അവിടെ ഫസ്റ്റ് സേഫ് ഗാർഡ് ആയിട്ട് നിങ്ങൾ എപ്പോഴും പറയുന്നത് എന്തായിരിക്കണം? എന്തായിരുന്നു മക്കളെ? ബോത്ത് ക്ലയന്റിനെ ഇൻഫോം ചെയ്യണം, കൺസെന്റ് വാങ്ങിക്കണം. എക്സാക്ട്ലി, യു നീഡ് ടു ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം ബോത്ത് ദി ക്ലയന്റ്. ബോത്ത് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സെപ്പറേറ്റ് ടീം, സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യാം. You need to provide access to information. Exactly. Then confidentiality agreement സൈൻ ചെയ്യണം. ഈ സർവീസസ് ഓരോന്നും നമ്മൾ കൊടുക്കുന്നത് എത്തിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ റെഗുലർലി റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് ഇഫ് റിക്വയർഡ് ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഇഫ് ദർ ഈസ് സംതിങ് ദാറ്റ് യു കനോട്ട് ഡു, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് നോട്ട് കണ്ടിന്യൂ വിത്ത് ദ എൻഗേജ്മെന്റ്. യു ഷുഡ് റിസൈൻ ഓർ ആദ്യമേ എൻഗേജ്മെന്റ് റിക്വസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ യു ഷുഡ് റിജക്ട് ദ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ ക്ലയന്റ് കമ്പനി. ക്ലിയർ ആയോ? യാ. എത്തിക്സിന്റെ കേസിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ത്രെട്ടും അതേപോലെ തന്നെ നിങ്ങളോട് ഓൺ ദ അതർ ഹാൻഡ് സേഫ് ഗാർഡ്സും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് എത്തിക്കൽ ത്രെഡ്സും സേഫ് ഗാർഡ്സും ചോദിക്കുന്ന സമയത്ത്
എത്തിക്കൽ ത്രെട്ട് എഴുതുന്ന ആ ഒരു പർട്ടിക്കുലർ സൈഡിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യമേ എന്താണ് ആ ത്രെട്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതായത് സിനാരിയോയ്ക്കകത്ത് നിന്ന് ഏതാണ് ത്രെട്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അത് എന്തുകൊണ്ടാണ് ആ ഒരു ത്രെട്ട് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ടാവണം. ആൻഡ് ഓൺ ദ അതർ സൈഡ് നിങ്ങൾക്ക് ആ ഒരു ത്രെട്ട് എന്താണോ ഓൺ ദ ബേസിസ് ഓഫ് ദി സിനാരിയോ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഫാക്ടർ എന്താണ്. ഇവിടെ നമ്മൾ ആ ത്രെട്ട് ഇല്ലാണ്ടാക്കാനായിട്ടുള്ള ഫാക്ടറാണ് ചെയ്യുന്നത്, അല്ലെ ത്രെട്ടിനെ ഓവർറൈഡ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും സിനാരിയോ ബേസ്ഡ് ആയിട്ട് പറയാം. എല്ലാവരും ക്ലിയർ ആയോ? ഇനി മെയിൻലി നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം അവിടെയും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ വീക്ക്നെസ് എന്താണ്, അതുപോലെ തന്നെ ആ കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ റെക്കമെൻഡേഷൻ ആണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രകാരം നമ്മൾ പഠിച്ചിരുന്നു പല തരത്തിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് റിക്വയർമെന്റ്സിനെ കുറിച്ച്, അല്ലേ? അതായത് നമ്മൾ എങ്ങനെയാണ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പഠിച്ചിരുന്നു. അവിടെ നമ്മൾ പല രീതിയിലായിരുന്നു കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിക്വയർമെന്റ്സ് പഠിച്ചു പോയത്. നമ്മളവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളായിരുന്നു. ഒരു കമ്പനി പ്രോപ്പർലി കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞു ചെയർമാനും സിഇഒയും സെപ്പറേറ്റ് ആയിരിക്കണം, ബോത്ത് പേഴ്സൺ ഷുഡ് നോട്ട് ബി ദ സെയിം, കമ്പനി മൊത്തത്തിൽ നോക്കുന്നുണ്ടാവുക, കമ്പനിയുടെ ലോങ് ടേം സക്സസ് ആയിരിക്കണം, ക്ലിയർ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, ചെയർമാൻ ആണ് ബോർഡിനെ കംപ്ലീറ്റ്ലി ലീഡ് ചെയ്യേണ്ടത്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എപ്പോഴും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ ചാലഞ്ച് ചെയ്യണം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബോർഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം, ഈക്വൽ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ആയിരിക്കണം, ഫോമൽ ആൻഡ് റിഗറസ് പ്രൊസീജിയേഴ്സ് വഴി മാത്രമേ ഡയറക്ടേഴ്സിന് അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ, ഓരോ ഡയറക്ടേഴ്സും സഫീഷ്യന്റ് ടൈം യൂസ് ചെയ്യുന്നുണ്ടാവണം അവരുടെ ഡ്യൂട്ടീസ് ക്യാരി ഔട്ട് ചെയ്യാൻ, ഡയറക്ടേഴ്സ് ഓരോരുത്തരും ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരുടെ സ്കിൽസും നോളജും ഒക്കെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, അതേപോലെ തന്നെ ക്വാളിറ്റി ഇൻഫർമേഷൻ ബോർഡിന് കൊടുക്കണം, ആൻഡ് റെഗുലർ ഇന്റർവെല്ലിൽ റീ എലക്ഷൻ നടത്തും. നമ്മൾ പറഞ്ഞു മാക്സിമം പീരീഡ് 3 ഇയർ ആണ്, എവറി 3 ഇയറിൽ റീ എലക്ഷൻ നടത്തിയിട്ടുണ്ടാവണം. അവർക്കൊരു പ്രോപ്പർ ബാലൻസ്ഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ അസസ്മെന്റ് നടത്താൻ പറ്റണം കമ്പനിയെ പറ്റിയിട്ട്. റിസ്ക് അസസ്മെന്റും റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റവും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റവും മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനിയുടെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുമായിട്ട് പ്രോപ്പർ റിലേഷൻ കീപ്പ് ചെയ്യണം. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന റെമ്യൂണറേഷൻ കമ്മിറ്റി ആയിരിക്കണം, അത് കമ്പനിയുടെ ലോങ് ടേം സക്സസിന്റെ ബേസിസിലായിരിക്കണം. ഒരിക്കലും റെമ്യൂണറേഷൻ കമ്മിറ്റിയിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അല്ലാതെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് അവരുടെ തന്നെ സാലറി ഫിക്സ് ചെയ്യാൻ പാടില്ല. ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഹോൾ ബോർഡിന്റെ ആണ്, ചെയർമാന്റെ മാത്രമല്ല. റെഗുലർ ഇന്റർവെല്ലിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് കമ്മിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും പഠിച്ചു. ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. ഔട്ട് ഓഫ് വിച്ച് ഒരാൾ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആയിരിക്കണം, ബാക്കി 2 പേരും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്തൊക്കെയാണ് ആ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഇരുന്ന് പെർഫോം ചെയ്യേണ്ട റോള്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതൊക്കെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ സെഷൻ കാണുക. എന്നിട്ട് നമ്മുടെ സിനാരിയോയ്ക്കകത്ത് നമ്മളോട് പറയും ഈ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിനകത്ത് എന്തൊക്കെയാണ് വീക്ക്നെസ്സുകൾ ഉള്ളതെന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഈ കോർപ്പറേറ്റ് ഗവേണൻസിനകത്തുള്ള വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ സിനാരിയോനെ ബേസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് അതെന്താണ് വീക്ക്നെസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് അത് കാരണം കൊണ്ട് എന്താണോ ഇമ്പാക്ട് കമ്പനി വരാൻ പോകുന്നത്, ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണെന്നുള്ളതും പറയാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബോർഡ് ബാലൻസ്ഡ് അല്ല, 2 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും 10 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയണം? സിനാരിയോ എന്ന് പറയാം ദി കമ്പനി ഹാസ് ഓൺലി 2 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് where the company's board consists of 10 executive directors. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. The company's board should be balanced with equal number of executive directors and non-executive directors. And in case if there is no balance between the board of directors, there can be chances that the executive directors will override the non-executive directors and they will not be able to carry out their activities in the entity properly. എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവാം. റെക്കമെൻഡേഷൻ ആയിട്ട് എന്തായിരിക്കും പറയാ? The company should consider appointing additional non-executive directors to the entity and they should ensure that the board is balanced with equal number of executives and non-executive directors. അപ്പോൾ അവിടെ എന്താണ് ഇഷ്യൂ ഉള്ളത്, ആ ഇഷ്യൂ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്, അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ആക്ഷൻ എന്താണോ ആ എൻറ്റിറ്റിയുടെ ആക്ഷൻ ആണ് നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമേ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവണം, ആ ഇഷ്യൂ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം, അത് കാരണം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണോ അതെന്താണെന്നുള്ളത് പറയുന്നുണ്ടാവണം.
റെക്കമെൻഡേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവും, എൻറ്റിറ്റി എടുക്കേണ്ട ആക്ഷൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്. ഓഡിറ്റ് റിസ്ക് നമ്മൾ പറഞ്ഞു, ഇന്റേണൽ കൺട്രോൾസ് നമ്മൾ പറഞ്ഞു, കൺട്രോൾസ് ഡയറക്ട് കൺട്രോൾ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പറഞ്ഞു, ദെൻ സെയിം as that നമ്മുടെ എത്തിക്സിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ഏരിയാസ് ഓഫ് AA എന്ന് പറയാം വിത്ത് റിഗാർഡിംഗ് ദ ഡിസ്ക്രിപ്റ്റീവ് ഏരിയാസ്. ഇനി നമുക്ക് ഇതിന് പുറമെ കുറെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു തിയറിയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഓഡിറ്റ് സ്ട്രാറ്റജി ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് എലമെന്റ്സ് ഓഫ് അഷുറൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ അഷുറൻസ് റിപ്പോർട്ട് എന്താന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരം ചോദിക്കാറുള്ള തിയറിയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദ ഫ്രോഡ്. അതേപോലെ തന്നെ നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഓഡിറ്റർക്കുള്ള ഡ്യൂട്ടി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ച്വൽ മിസ്റ്റേക്ക്, ജഡ്ജ്മെന്റൽ മിസ്റ്റേക്ക്, അതേപോലെ തന്നെ വേറെ ഏതായിരുന്നു മിസ്റ്റേക്ക്? ഫാക്ച്വൽ, ജഡ്ജ്മെന്റൽ, വേറെ ഏതായിരുന്നു? പ്രൊജക്റ്റഡ് മിസ്റ്റേക്സ്. അതുപോലെ തന്നെ നമുക്ക് പല തരത്തിലുള്ള തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ് എന്താണ്, മെറ്റീരിയാലിറ്റിയും അതേപോലെ തന്നെ പെർഫോമൻസ് മെറ്റീരിയാലിറ്റിയും, ഇങ്ങനെയുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ബട്ട് അതൊരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരില്ല. നമുക്ക് സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഓഡിറ്റ് റിസ്ക്, ഇന്റേണൽ കൺട്രോൾസിന്റെ എല്ലാത്തിന്റെയും കൂടുതൽ വരുന്നുണ്ടാവുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാർക്സിന്, ബിലോ 7 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് ചോദിച്ചാലും പക്ക എന്താണോ ബൈഹേർട്ട് ചെയ്ത് പഠിച്ച് എഴുതാൻ പോകുന്നത് അങ്ങനെയൊന്നും ഓർത്ത് വെക്കണ്ട. മീനിങ് പ്രോപ്പർലി പഠിക്കുക, എഴുതുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ക്വിക്ലി പെട്ടെന്ന് ഡിസ്കസ് ചെയ്തു പോയ 1 hour ഡിസ്കസ് ചെയ്തു പോയ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ക്ലാസ്സിലും റിവിഷനിലും എല്ലാം ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ ആ ഡിസ്കഷൻ വീഡിയോസും എല്ലാവരും നോക്കുക. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? Yes, sir. അപ്പം ഇപ്പൊ വരെയുള്ള കറന്റ് സ്റ്റേറ്റസ് ഞാൻ പറയാം. സോ ലിറ്ററലി നമ്മുടെ സെഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സെഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ 50 ഡേയ്സിന് മേലെ നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ മൾട്ടിപ്പിൾ റിവിഷൻ നടത്തി, ഡൗട്ട് ക്ലിയറിംഗ് നടത്തി, മോക്ക് എക്സാംസ് നടത്തി. ആൻഡ് ദിസ് ടൈം ഫോർ എന്താ പറയാ ഫോർ 2 days കണ്ടിന്യൂസ്ലി എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാനായിട്ട് പറ്റി. കാരണം മോക്ക് എക്സാം എഴുതി എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ച് എന്തൊക്കെയാണോ കറക്ഷൻസ് നടത്തേണ്ടത് ഓരോന്നും പറഞ്ഞു തരാൻ പറ്റി. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ മോക്ക് എക്സാംസ് എല്ലാവരും പ്രോപ്പർലി എഴുതി. ആൻഡ് ഐ ബിലീവ് നമ്മുടെ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ക്ലാസ് വെച്ച് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. സോ എല്ലാവരും അതുകൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ആൻഡ് മോർ ഓവർ ഓഫ്ലൈൻ ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഈ വട്ടം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ മോർ ദാൻ 25 days നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് എടുത്തിരുന്നു, ഇൻക്ലൂഡിങ് ദ റിവിഷൻ. സോ ആ ഒരു ഫേസിൽ തന്നെ നമുക്ക് ക്ലാസ് വെച്ച് മോസ്റ്റ് മജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിരുന്നു. സോ നിങ്ങളും കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സാം റിസൾട്ടിലും വരണം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോപ്പർലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, റാദർ ദാൻ സ്പെൻഡിങ് മച്ച് ടൈം ഓൺ പ്രാക്ടീസിങ് ദ ന്യൂ ക്വസ്റ്റ്യൻസ്, ഇനി കൂടുതൽ ടൈം നാളെയും മറ്റന്നാളും ഉള്ള ടൈം റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ ഓൾറെഡി പണ്ട് ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞാൻ ചെയ്യിപ്പിച്ച അപ്രോച്ച് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ 3 വട്ടം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. 1 time in the class, other time as a homework for the daily basis, and after that റിവിഷന്റെ ടൈമിലും സെയിം കാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ ക്ലാസ് വെച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേതും ചെയ്തിട്ടുണ്ട്. ഈവനിങ് തന്നെ റിവിഷനും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും അന്ന് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വായിച്ചു നോക്കുക. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസും വായിക്കണം, ആൻസേഴ്സും വായിക്കണം. കാരണം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സിനാരിയോക്ക് അതൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ തിയറീസ് വായിക്കുക. നമ്മുടെ ഫുൾ ഫ്ലെജ്ഡ് ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ടൈമിൽ വേണേലും റെക്കോർഡിംഗ് കാണണം എന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് കാണുക. റെക്കോർഡിംഗ് കണ്ട് ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാണെങ്കിലും റെക്കോർഡിംഗ് ഉണ്ട്, നിങ്ങളും റെക്കോർഡിംഗ് കാണുക. ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് റിവൈസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ സെയിം ക്വസ്റ്റ്യന്റെ റെക്കോർഡഡ് ക്ലാസ് പേര് നോക്കുക ഫയലിന്റെ, ആൻഡ് അത് കാണുക. അതേപോലെ തന്നെ റിവിഷൻ നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള കിടപ്പുണ്ട്, അത് കാണുക. സോ ഇങ്ങനെയുള്ള റിവിഷന് വേണ്ടിയിട്ട് മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും നേരെ ചാടിക്കേറി എക്സാം എഴുതരുത്. ഞാൻ പറഞ്ഞ പോലെ പ്യുവർ ആയിട്ട് സിനാരിയോയിൽ എന്താണോ പറഞ്ഞേക്കുന്നത് ആ സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി വായിച്ചു നോക്കണം. റിക്വയർമെന്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കുക. ഞാൻ മോക്ക് എക്സാംസ് കഴിഞ്ഞ് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കുറെ ആളുകൾ ചെയ്ത കാര്യമാണ്. പെട്ടെന്ന് റിക്വയർമെന്റ് വായിക്കുമ്പോൾ ഇപ്പം നറേറ്റീവ് നോട്ട്സും ക്വസ്റ്റനേഴ്സും എന്താണെന്നായിരിക്കും ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവുക. ആദ്യം നറേറ്റീവ് നോട്ട്സിനെ കുറിച്ച് എഴുതിപ്പോയി, പിന്നെ ക്വസ്റ്റനേറിനെ കുറിച്ച് എഴുതാൻ മറന്നുപോകും. അപ്പൊ നിങ്ങൾ ആൻസർ എഴുതിയിട്ട് റിക്വയർമെന്റ് നിങ്ങൾ എഴുതിയതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യണം. റിക്വയർമെന്റ് അത് ചോദിച്ചിരുന്ന എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക.
എന്നിട്ട് മാത്രം ആൻസേഴ്സ് എഴുതുക എല്ലാവരും. മനസ്സിലായോ? Yes, sir. ഓക്കെ. അപ്പം ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇനി ഞാൻ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നില്ല. പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എക്സാം എഴുതുക. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് തീരാതെ ആൻസേഴ്സ് എഴുതി തുടങ്ങരുത്. MCQs ആണെങ്കിലും ആദ്യമേ സിനാരിയോ വായിക്കുക. സിനാരിയോ വായിച്ചതിന് ശേഷം മാത്രം MCQ ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ്സ് വായിക്കുമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ മീനിങ് മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് മാത്രം ആൻസേഴ്സ് എഴുതുക. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യന്റെ കേസിൽ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് ഏതാണോ ആൻസേഴ്സ് ഈസിലി എഴുതാൻ പറ്റുന്നത് അത് മാത്രം എഴുതുക. ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാന്ന് പറയുമ്പോൾ ആദ്യം ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനല്ല പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇന്റേണൽ കൺട്രോളിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഇന്റേണൽ കൺട്രോളിന് ഫുൾ ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് ആൻസേഴ്സ് എഴുതുക, എന്നിട്ട് ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇപ്പം ഓഡിറ്റ് റിസ്ക് 20 മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 20 into 1.8 ചെയ്ത് നോക്കുക. എത്ര ടൈമാണ്? 36 മിനിറ്റ്സ് ആണുള്ളതെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 36 മിനിറ്റ്സ് ആകുമ്പോൾ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ മാത്രം വന്ന് ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക. അല്ലാണ്ട് ഓഡിറ്റ് റിസ്ക് എഴുതി തീർത്തിട്ട് അടുത്തതിലേക്ക് പോകാന്നോർത്ത് നിൽക്കരുത്. നിങ്ങളുടെ മാർക്ക് പോകത്തേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആരും. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യനിൽ അലൗഡ് ടൈം എത്രയാണ് അത് മാത്രം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഓൾറൈറ്റ്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും ഇനി ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യാം, എന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് എവരിവൺ. Thank you, sir. Yeah, thank you so